ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വജൈനസ്മസ് എന്ന് പറഞ്ഞ അസുഖത്തിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം വജൈനസ്മസ് എന്താണെന്ന്. ഞാൻ ആദ്യമായി വജൈനസ്മസിനെ പറ്റിയിട്ട് ഒരു 5-8 വർഷം മുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ അത്രയും ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കായിരുന്നു, ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ, സെക്സ് ചെയ്യാൻ പറ്റാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം എന്ന് വെച്ചിട്ട് ആൾക്കാർ പിടിച്ചിരിക്കുക, വെറുതെ ഓരോ ഇല്ലാ കഥകളാണോ, ഓരോ ഇല്ലാത്ത അസുഖങ്ങളാണോ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഇപ്പം ഇത്രയും വർഷമായിട്ട് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി വിവരം വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് അറിയാം. സെക്സ് പേടി കാരണം സെക്സിൽ ഏർപ്പെടാം, അതായത് വെജൈനയിലേക്ക് പെനിസ് ഇൻസേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര മരണഭയം പോലെ തോന്നാം ചില ആൾക്കാർക്ക്. പേടി കാരണം സെക്സിൽ ഏർപ്പെടാൻ പറ്റാത്ത ഒരു അസുഖമാണ് വജൈനസ്മസ്. ഇത് ഒരു 5-8 സെഷൻസ് സൈക്കോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നൊക്കെ പറയുന്ന സൈക്കോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന, വീണ്ടും റീലാപ്സ് അടിക്കുക, അതായത് വീണ്ടും മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരാത്ത കോലത്തിലേക്ക് നല്ല ഭംഗിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഈ അസുഖത്തിനെ പറ്റി കുറേ ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ടോപ്പിക് ചെയ്യുന്നത് പ്യുവർലി വജൈനസ്മസിൻ്റെ മാത്രമല്ല, വജൈനസ്മസിലെ കുറച്ച് വെറൈറ്റികളായിട്ടുള്ള കേസുകൾ കൂടി ഇപ്പോൾ വരാറുണ്ട്. പ്രൈമറി വജൈനസ്മസ് ആയിരുന്നു ആദ്യം അധികം വരൽ. ഇപ്പോൾ സെക്കൻഡറി വജൈനസ്മസ് കേസുകൾ കൂടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം, ഒരു കേസ് ഡയറി എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വജൈനസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സിൽ ഏർപ്പെടാനുള്ള പേടി കാരണം, അതായത് ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലും ആദ്യമായിട്ട് സെക്സ് ചെയ്യുന്നതിനെ പറ്റി കേൾക്കുമ്പോൾ, അതായത് ഈ പെൺകുട്ടികളൊക്കെ ഈ വജൈനൽ ഹോളിലേക്ക് പെനിസ് ഇൻസേർട്ട് ചെയ്യുന്ന കേൾക്കുമ്പോൾ പേടിച്ചു പോകും. ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ കിട്ടാത്തതിനെ കൊണ്ടിട്ട് വജൈനൽ ഹോള് കുറച്ച് എലാസ്റ്റിസിറ്റി ഉള്ള മസിലാണ് എന്നുള്ള കാര്യം പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ആണുങ്ങൾക്കോ ആർക്കും അറിയില്ല. ഇത് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങോ സെക്ഷൽ എഡ്യൂക്കേഷനോ കൊടുക്കാത്തതിനെ കൊണ്ട് കുട്ടികൾക്ക് അറിയില്ല. അപ്പം ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇതേപോലെ പറയുമ്പോൾ ഇങ്ങനെ പേടിയാണ്, വേദനയാണ്, പെയിനാണ്, ബ്ലഡ് വരും, ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേടിച്ചു പോയി, ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പേടിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം അത് തലൻ്റെ ഉള്ളിൽ കിടക്കുകയും ആ പേടീനെ കൊണ്ട് കാല് ടൈറ്റ് ചെയ്ത് പിടിക്കും, ഊര ടൈറ്റ് ചെയ്ത് പിടിക്കും, മുഖമൊക്കെ ഒരുമാതിരി ആക്കി പിടിക്കും. ഫോർപ്ലേ ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ സെക്സ് ചെയ്യാൻ പറ്റില്ല, ലൂബ്രിക്കേഷൻ വരില്ല, ഇൻട്രസ്റ്റ് വരില്ല, ഞാനിനി ഹെയർസെക്ഷൽ ആണോ, ഞാനിനി ഹോമോസെക്ഷൽ ആണോ, എനിക്ക് അവിടെ ഒരു ഹോൾ ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിലേക്കും. ഹസ്ബൻഡുമാർ പറയും അവിടെ ഒരു ചുമരിൽ പോയി ഇടിക്കുന്ന പോലത്തെ ഒരു ബ്രിക്ക് ഫീലിംഗ് ആണ്, അവിടെ പോയി ഇടിച്ച് അല്ലാണ്ട് അവിടെ ഒരു ഹോള് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, ടൈറ്റാക്കി പിടിക്കുകയാണ്, ചീത്ത പറയുകയാണ്, ചിലപ്പോൾ പേടിച്ചിട്ട് തെറി പറയുകയാണ്, ഇവള് പിടിച്ച് ചവിട്ടുകയാണ്. ഇത്രയും വർഷമായി, 5 വർഷമായി, 10 വർഷമായി, 20 വർഷമായി, ഞാൻ 25 വർഷം വരെ ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് സെക്സ് ചെയ്യാത്ത ആൾക്കാരെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി വജൈനസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുമായി കല്യാണം കഴിഞ്ഞിട്ട് സെക്സിൽ ഏർപ്പെടാത്ത ആൾക്കാർ. സെക്കൻഡറി വജൈനസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം സെക്സിൽ, അതായത് മുൻപ് സെക്സിൽ ഏർപ്പെട്ടിരുന്നു, പ്ലഷറും കിട്ടിയിരുന്നു, പക്ഷേ പ്രഗ്നൻസിക്ക് ശേഷമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രോമയ്ക്ക് ശേഷമോ പേടിച്ചു പോയതിന് ശേഷമോ എപ്പോഴെങ്കിലും സെക്സോ ഏതെങ്കിലും പൊസിഷൻസോ ട്രൈ ചെയ്യുമ്പോൾ കുത്തിപ്പോവുകയോ ബ്ലഡ് വരികയോ മുറിയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യം വരിക, അങ്ങനത്തെ പേടിച്ചു പോയ എന്തെങ്കിലും ട്രോമയ്ക്ക് ശേഷമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കഥകൾ കേട്ട് പേടിച്ചതിന് ശേഷമോ ആദ്യം സെക്സ് ചെയ്തിട്ടുണ്ടാവും, പിന്നീട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ സെക്കൻഡറി വജൈനസ്മസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും, അതായത് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് മീറ്റിംഗ്സ് ഒക്കെ നടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, പ്രൈമറി വജൈനസ്മസ്സുകാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിയുണ്ടോ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വജൈനസ്മസ് എന്ന് ചോദിക്കും. അപ്പോൾ സെക്കൻഡറി വജൈനസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അതിനുശേഷം പിന്നെ ഉണ്ടായ ഇതേപോലത്തെ ട്രോമാസിനെ കൊണ്ട് പിന്നെ ഏർപ്പെടാൻ പറ്റാതെ ആയ ആൾക്കാർ. ഇപ്പോൾ സെക്കൻഡറി വജൈനസ്മസ് ആയ ആൾക്കാർ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് പ്രൈമറി വജൈനസ്മസ് തന്നെ ഇത്രയും സംശയത്തോടു കൂടി ആരോടും പറയാതെ ഇപ്പോൾ ഒരു 8 വർഷമൊക്കെ ആയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരോടും പറയാതെ, ആരോടും പറയാൻ വയ്യാതെ ഇത്രയും കാലമായിട്ട് ഇത് ആരോടാ പറയേണ്ടതെന്ന് അറിയാതെ, ഹസ്ബൻഡ് വിചാരിക്കും എൻ്റെ പ്രശ്നമാണെന്ന്, വൈഫ് വിചാരിക്കും വൈഫിൻ്റെ പ്രശ്നമാണെന്ന്, ആരോട് സ്വന്തം ആങ്ങളമാരോട് പോലും ഇത് പറയാൻ പറ്റാതെ മടി കാരണം ഉമ്മേനോട് ഉപ്പനോട് ആരോടും പറയാതെ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല, കുട്ടികളാവാത്തതിന് വേണമെങ്കിൽ IVF IUI ഒക്കെ ചെയ്ത് കുട്ടികളാവാം. ആൾക്കാർ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ IVF IUI സെൻറ്ററിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കാര്യമൊന്നും ചിലപ്പം പറയൂല. കുട്ടികളില്ല എന്ന് പറയുമ്പോൾ അത് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവും. അതായത് ഈ വജൈനസ്മസ് ഉള്ള ആൾക്കാർക്ക് പെനിസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തുനിന്നൊരു സയൻറ്റിഫിക് രീതിയിലേക്ക് സ്പേമിനെ എടുത്ത് ഉള്ളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവർ പ്രഗ്നൻ്റ് ആവും. അപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഖപ്രസവം ആവാം, ചിലപ്പം ചില ആൾക്കാർക്ക് നോർമൽ ഡെലിവറി ആവില്ല, പക്ഷെ കുട്ടികളുണ്ടാവും. അങ്ങനെ IVF ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയ കുട്ടികളുള്ള വജൈനസ്മസ്സുകാർ വരും. അങ്ങനെയുള്ള ആൾക്കാർ വരാറുണ്ട്. നമുക്ക് കേസ് ഡയറിയിലേക്ക് പോവാം. ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 8-10 വർഷമായി.
8-10 വർഷമായി നിങ്ങൾ വിചാരിക്കും. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസും ഡാറ്റാസും ഒന്നും ഒരു പേഷ്യൻറ്റിനും പറയാൻ പറ്റാത്തതിനെ കൊണ്ടിട്ട് പേഷ്യൻറ്റിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം ബേസിക് ഡാറ്റാസ് എല്ലാം മറച്ചു വെച്ചുകൊണ്ടിട്ടാണ് ഞാൻ കേസ് ഡയറീസ് ചെയ്യാറ്. എന്താ വെച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കേസ് ഡയറി രൂപത്തിൽ പറയുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ചില പോയിന്റ്സ് ചില കേസിൽ നിന്നൊക്കെ എടുത്തിട്ട് ഞാൻ കേസ് ഡയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഈ പെൺകുട്ടി ഇത്രയും വർഷമായിട്ട് സെക്സിൽ ഏർപ്പെട്ടിട്ടില്ല, നല്ല രീതിയിലേക്ക് സെക്സിൽ ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ ഹസ്ബൻഡിന് ഒരു 2 വർഷം ആയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികളായില്ല ആർക്കാ പ്രശ്നം, നിനക്കാണോ അവനാണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇവർ നല്ല അടിപൊളി, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കപ്പിൾസാണ്. പക്ഷേ ഇതുവരെയായിട്ട് ഇവർ സെക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് ഇവരെന്തെല്ലാമൊക്കെയോ കാണിച്ച് ഇങ്ങനെ നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചിട്ട് ചെയ്തോളൂ, എന്നാലും ഞാൻ വേദന ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് റേപ്പൊക്കെ ചെയ്യുന്ന പോലെ കൺസെൻറ്റോട് കൂടിയിട്ട് പിടിച്ചു വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു സാധനത്തിൽ ഇവൾ ഗർഭിണി ആവുകയും, പക്ഷേ ആ കുട്ടിക്ക് വളർച്ച കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് 2 മാസത്തിൽ തന്നെ DNC ചെയ്ത് അബോർഷൻ ചെയ്യേണ്ടി വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ വജനസ്മസ് ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ചില ആൾക്കാർ വജനസ്മസിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ സ്വന്തമായി തന്നെ ഇതേപോലെ ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ചെയ്തോ, അനസ്തെറ്റിക് ജെല്ല് യൂസ് ചെയ്തിട്ട് ചെയ്തോ, നമുക്ക് കള്ളു കുടിച്ച് നോക്കാം, എന്നിട്ട് നിങ്ങൾ ഇന്നെ ചെയ്തു നോക്ക്, ഉറക്കത്തിൽ ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞാൽ പല ഐഡിയാസ് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് ചെയ്തൊരു കുട്ടിയായാൽ മതി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകും. അപ്പോൾ പ്രൈമറി ആയിട്ട് നമ്മുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ സെക്സ് 2 പേർക്കും എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് പേടിയില്ലാതെ വേദന ഇല്ലാതെ കപ്പിൾസിനെ എൻജോയ് ചെയ്യാൻ പറ്റണം. അതാണ് പ്രൈമറി ഫോക്കസ് വജനസ്മസിൻ്റെ ട്രീറ്റ്മെൻറ്റിന്. രണ്ടാമത് സെക്സ് എൻജോയ് ചെയ്ത് 2-3 മാസമൊക്കെ ആയി കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാം. ആ പ്രഗ്നൻസി പ്ലാൻ ചെയ്താൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവും, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. IVF-നോ IUI-നോ ഒന്നും പോകേണ്ട ആവശ്യം വരില്ല. ഒരു 5-8 സെഷനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വജനസ്മസ് മാറ്റിയെടുക്കാൻ പറ്റും. അതിൻ്റെതായ എക്സ്പെർട്ടുകൾ ആരാന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പോയിട്ട് ചെയ്താൽ മതി. ഈ കേസിൽ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവർ ഇതേപോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ട് കുട്ടികൾ ആവാൻ നോക്കിയിട്ട് ഇതിലെന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ലൊരു എംബ്രിയോ ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ലൊരു കുഞ്ഞുണ്ടാവണം എങ്കിൽ നല്ല ക്വാളിറ്റി സ്പേമും നല്ല ക്വാളിറ്റി ഓവം ഉണ്ടാവണം, എഗ്ഗ് ഉണ്ടാവണം. അതായത് പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്നും ആണിൻ്റെ ശരീരത്തിൽ നിന്നും ഓവവും എഗ്ഗും ഈ സ്പേമും ഒക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ ഒരു എംബ്രിയോ ഫോം ചെയ്ത് ഒരു കുട്ടിയായി ജനിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു സാധനം നല്ല ഭംഗിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള എംബ്രിയോ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മനസ്സൊക്കെ റെഡിയായി സ്ട്രെസ്സൊന്നും ഇല്ലാതെ നല്ല രീതിയിലേക്ക് അടിപൊളിയായി എൻജോയ് ചെയ്തുകൊണ്ട് ഭാര്യയും ഭർത്താവും എൻജോയ് ചെയ്തുകൊണ്ട് സെക്സ് ചെയ്താലാണ് നല്ല ഹെൽത്തി ബേബീസ് ഉണ്ടാവുന്നത്. എൻ്റെ വജനസ്മസിൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ താഴേക്ക് പോയാൽ കാണാം. ഒരുപാട് വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് എന്നെ 60 ഇയേഴ്സ് അല്ലെങ്കിൽ 70 ഇയേഴ്സ് ഒക്കെ ആയിട്ടുള്ള വയസ്സായ ദമ്പതികൾ എൻ്റെ ക്ലിനിക്കിലേക്ക് വിളിക്കുക എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത്, മോളെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ഈ വജനസ്മസ് എന്ന് പറഞ്ഞ അസുഖം എന്താണെന്ന് അറിയില്ലായിരുന്നു. കുറേ ഗൈനക്കുമാരുടെ അടുത്ത് പോയി അവരൊക്കെ പറയും ഇത് നിൻ്റെ പേടിയാ, ലൂബ്രിക്കേഷൻ ജെല്ല് തരും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയും. ഒരു 10 ഗൈനക്കുമാരുടെ അടുത്തിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ എവിടുന്നും ഇത് വജനസ്മസ് ആണെന്ന്, ഇതിന് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുന്ന ആരും പറഞ്ഞു തന്നില്ല. ഞാൻ വെറുതെ ഒന്ന് പരിചയപ്പെടാനും നീ ആ വീഡിയോ ചെയ്തതിൽ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന് മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. ജസ്റ്റ് പരിചയപ്പെടാമെന്നുള്ളൂ. ഞങ്ങൾക്ക് ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുട്ടികളൊക്കെ ആവുമൊന്നുമില്ല, പ്രായമായി വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു 3-4 കപ്പിൾസ് വയസ്സായി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ പല രീതിയിലും കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് നോക്കി എപ്പോഴും കാണാം. അന്ന് ഞാനിട്ട വജനസ്മസിൻ്റെ വീഡിയോയിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റും ഭയങ്കര മോശമായിട്ട് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ എന്തിനോ വേണ്ടി ആഘോഷിച്ച കുറേ രീതിയിലേക്ക് കമൻറ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വജനസ്മസ് ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗവത്താവാൻ വേണ്ടി പറ്റിയ എനിക്ക് എൻ്റെ വീഡിയോസിൽ കൂടിയും കുറേ ആൾക്കാർ വജനസ്മസ് ആണെന്ന് തിരിച്ചറിഞ്ഞ് പല സെൻറ്റേഴ്സിനും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാലും ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, മടിയില്ലാണ്ട് ആൾക്കാരുടെ അടുത്ത് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞാലും വളരെ സന്തോഷമുണ്ട്. എനിക്ക് തന്നെ വജനസ്മസ് ഉള്ള പേഷ്യൻസുകൾ 2-3 പേര് റിവ്യൂസ് തന്നിരുന്നു. അവരുടെ മുഖമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വോയിസൊക്കെ മാറ്റിയിട്ട് അവരുടെ വജനസ്മസ് ഇവിടെ വന്ന് മാറിയ അനുഭവങ്ങൾ ഞാൻ മാഡത്തിന് റിവ്യൂ തരട്ടെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് ഞാൻ ആരോടും അങ്ങോട്ട് ചോദിച്ച് മേടിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങോട്ടേക്ക് റിവ്യൂ തരാമെന്ന് പറഞ്ഞ് മേടിച്ച വീഡിയോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം എനിക്കൊരു വജനസ്മസ് പേഷ്യൻറ്റ് വന്നപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ കസിന് മാഡത്തിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, സെയിം അസുഖത്തിന് തന്നെയാണ്, അപ്പോൾ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ സാധാരണ വജനസ്മസിൻ്റെ ആൾക്കാർ ട്രീറ്റ്മെൻറ്റിന് വരുന്നതും പാരൻസിനോട്
പറയാണ്ട് ഒളിച്ചും പാത്തുമാണ് വരിക. ഓഫീസിൽ വേറെ എന്തെങ്കിലും ക്ലാസ് ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് വരിക. സ്വന്തം വീട്ടിൽ ഉമ്മനോട് ഉപ്പനോട് പോലും പറയാണ്ടാണ് വരിക. പക്ഷെ ഇപ്പോൾ കുറേ ആൾക്കാർ വജനസ്മസ് വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ കുറേ ആൾക്കാരോട് പറയും, നിങ്ങൾ വന്ന് മാറി കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ പറയും എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ ആൾക്കാരോട് പറ. അങ്ങനെ ആൾക്കാർ അറിയട്ടെ ഇങ്ങനത്തെ പല അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളത്. വജനസ്മസ് പോലെ തന്നെയുള്ള വേറൊരു അസുഖമാണ് ഡിസ്പൈറോണിയ. ഡിസ്പൈറോണിയ എന്ന് പറഞ്ഞ അസുഖത്തിൽ ഭയങ്കരമായി മുളക് തേച്ച് പോലെ എരിച്ചിലായിരിക്കും, ഭയങ്കര എരിച്ച്. പെൻസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേഗം എന്നുള്ള എരിഞ്ഞിട്ട് വയ്യ എന്നുള്ളൊരവസ്ഥയാണ്, എരിച്ചലും പുകച്ചിലും. ഇത് മൈൻഡിൻ്റെ ഒരു കണ്ടീഷനാണ്. മൈൻഡിൽ എന്തോ ഒരു സ്ട്രെസ് കയറിയിട്ടാണ് അങ്ങനെ എരിച്ചലും പുകച്ചിലും വരുന്നത്. ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ പേടിച്ച് പോയി വജൈനയിലേക്ക് പെനിസ് ഇൻസേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ പേടിച്ച് പോകാന്ന് പറയുന്നുണ്ടല്ലോ. അതിനൊരു പ്രധാന ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പുരുഷന്മാരോട് പറയണം ഫസ്റ്റ് നൈറ്റിൽ നിങ്ങളുടെ മൂക്കിൻ്റെ ദ്വാരത്തിൽ കൂടെ പെനിസ് ഇൻസേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് ഒരു ഇമാജിനേഷൻ വന്ന്? ഈ മൂക്കിൻ്റെ ദ്വാരത്തിൽ കൂടെ എങ്ങനെയാണ് പെനിസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? മൂക്ക് പൊളിഞ്ഞു പോവില്ലേ, പൊട്ടിപ്പോവില്ലേ, മുറിവ് വരില്ലേ, രക്തം വരില്ലേ, വേദനയാവില്ലേ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കൂലേ? അതേപോലെ കുട്ടികൾക്ക് അറിയില്ല ഈ വജൈനൽ ഹോൾ എന്ന് പറയുന്ന എലാസ്റ്റിസിറ്റി ഉള്ള മസിലാണെന്നും അത് തുറക്കുകയും വലുതാവുകയും ചെറുതാവുകയും ഒക്കെ ചെയ്യുമെന്നുള്ള സാധനം ഒന്നും അറിയില്ല. അങ്ങനെ അറിയാണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ഈ വജൈനൽ ഹോളിലേക്ക് പെനിസ് ഇൻസേർട്ട് ചെയ്യുമെന്ന് കേൾക്കുമ്പോൾ, മൂക്കിൻ്റെ ദ്വാരത്തിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്ന പോലെ തന്നെ ട്രോമാറ്റൈസ്ഡ് ആയിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടി, ഈ അടുത്ത് എന്നോട് ഒരു കുട്ടി പറഞ്ഞു, ഞാൻ +2 പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലൊരു പെൺകുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളോട് ഞങ്ങൾ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സെക്സ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നല്ല വേദനയാണ്, ബ്ലഡൊക്കെ വന്നു, നല്ല പെയിൻ ആവും എന്നൊക്കെ പറഞ്ഞു. ഒരു കുട്ടി എന്നോട് പറഞ്ഞു നടക്കാനേ പറ്റില്ല, ഒരാഴ്ച സെക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ കുട്ടികൾക്കൊക്കെ ഈ സെക്ഷൽ ലൈഫ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഫസ്റ്റ് നൈറ്റിൽ പെനിസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഫസ്റ്റ് നൈറ്റിൽ 1 ഫിംഗർ ഇൻസേർട്ട് ചെയ്യുക, പിന്നെ 2 ഫിംഗർ ഇൻസേർട്ട് ചെയ്യുക, മെല്ലെ മെല്ലെ ഡയലേഷനൊക്കെ ആയി 2-3 ദിവസമോ ഒരാഴ്ചയോ കഴിഞ്ഞിട്ടാണ് ശരിക്കും പെനിസ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എത്ര ആൾക്കാർ, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഇതറിയാം, ഇതിനെപ്പറ്റി അറിയാം. ആർക്കും ഇതിനെപ്പറ്റി ഒരു വിവരമില്ലാതെ ഫസ്റ്റ് നൈറ്റ് തന്നെ ചാടിക്കയറി വജൈനൽ ഡൈലേഷൻ ഒന്നും ചെയ്യാതെ കൈകൊണ്ടൊന്നും ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് വജൈനയൊക്കെ ഒന്ന് റെഡിയാക്കി സമാധാനപ്പെടുത്തിയിട്ട് പെനിസ് ഇൻസേർട്ട് ചെയ്യാതെ ചാടിക്കയറി കുത്തിച്ചേരി ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മളെ നാടൻ ഭാഷയിൽ, അങ്ങനെ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടാണ് ഫസ്റ്റ് നൈറ്റിൽ സെക്സ് ഒരു പെയിൻഫുൾ ആയ ഒരു അനുഭവമായിട്ട് എല്ലാവർക്കും മാറുന്നത്. ഫസ്റ്റ് നൈറ്റിൽ സെക്സ് പെയിൻഫുൾ ആയ സെക്സ് ആവില്ല. നിങ്ങൾ നല്ല രീതിയിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ കിട്ടി, ക്ലാസ് കിട്ടി, നല്ല രീതിയിൽ സെക്സ് ചെയ്യുകയാണെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും എൻജോയ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സെക്സ് ആയിട്ട് നിങ്ങൾക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു കുട്ടീനോട് ചോദിച്ചു, എന്നെ ഈ പേടിപ്പിച്ച കുട്ടീനെ, അവർ പേടിപ്പിക്കണം എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കില്ല. ഇപ്പം സെക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നല്ല രസമാണ്, സെക്സ് അടിപൊളിയാണെന്നൊന്നും ആരും പറയില്ല. എല്ലാവരും മടിയോണ്ട് ഇതെന്തോ മറച്ചു വെക്കേണ്ട സാധനമാണ്, എനിക്ക് നല്ല സുഖം കിട്ടുന്നുണ്ടെന്നൊന്നും പെൺകുട്ടികൾ പറയൂല. അവർക്ക് ഇതൊന്നും ആരോടും പറയാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് അവരെ പഠിച്ചു വെച്ചിരിക്കുന്നത് കൾച്ചറിൽ. അപ്പോൾ ആടി കുഴപ്പമൊന്നുമില്ല, വേദനയൊക്കെ ഉണ്ടാവും, പെയിനായിരിക്കും, എന്നാലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും. അല്ലാണ്ട് സെക്സ് എന്ന് പറയുന്ന സാധനം ഭയങ്കര അടിപൊളി സാധനം, നല്ല സുഖം, അങ്ങനെയൊന്നും ആരും പറഞ്ഞു കൊടുക്കൂല. അപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ അങ്ങനെ ജെന്യുവിനായ ഒരു ആൻസർ അല്ലെങ്കിൽ ജെന്യുവിനായ രീതിയിലേക്കുള്ള ഒരു ഉത്തരം തരുമോ, അല്ലെങ്കിൽ അവരത് ഫോളോ ചെയ്തിട്ട് ചെയ്തതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക. എൻ്റെ ഒരു ക്ലൈൻറ്റിലൊരു ഫണ്ണി സ്റ്റോറി ഉണ്ട്. അവളുടെ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് പറയാണ്, ഇവക്ക് കോളേജിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് പേടിപ്പിച്ചു, അതിന് ശേഷം ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് സെക്സ് ചെയ്തിട്ടില്ല. ആ പറഞ്ഞു കൊടുത്ത ആൾക്കാർക്കൊക്കെ എത്രയോ മക്കളും കുട്ടികളൊക്കെ അവർ അടിപൊളിയായിട്ട് ജീവിച്ചു വന്നു. ഞാൻ അവരെ കാണാൻ കാത്തിരിക്കുക, ഞങ്ങളെ ലൈഫ് ഇങ്ങനെ കുളമാക്കിയിട്ട് അവരൊക്കെ അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളും ചിരിക്കുക, അയാളും ചിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും പേടിപ്പിക്കണം എന്ന് വിചാരിച്ച് പറയണല്ലോ, പക്ഷെ ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന സമയത്തിൽ ട്രൈ ചെയ്യുമ്പോൾ വേദന ആകുമ്പോൾ പിന്നെ പേടിച്ചു പോകുന്നതാണ്. ചില സെക്കൻഡറി വെജനിസ്മസുകൾ പ്രസവത്തിന് ശേഷം വരാം, പ്രസവത്തിലെ ട്രോമാസ്. ചില ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരും ഡോക്ടർമാരും ഈ PV ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് 1 ഫിംഗർ 2 ഫിംഗർ 3 ഫിംഗർ 4 ഫിംഗർ എന്നൊക്കെ പറഞ്ഞിട്ട് PV ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെജൈനയിലേക്ക് ഫിംഗർ ഇങ്ങനെ വേദനിപ്പിച്ചൊക്കെ ചെയ്ത് അങ്ങനെ പ്രഗ്നൻസി വേദന, പ്രഗ്നൻസിയിൽ സ്ട്രെസ്സ്, പ്രഗ്നൻസിയിലെ ഓരോ ഇഷ്യൂസുകൾ, അതിനൊക്കെ ശേഷം പിന്നെ ആ ഏരിയ തൊടാൻ തന്നെ ഭയങ്കര പേടിയാവുകയും സെക്സ് ആഫ്റ്റർ ഡെലിവറി സെക്സിനോട് താല്പര്യക്കുറവും ലൂബ്രിക്കേഷൻ വരാണ്ടിരിക്കും, പേടി വരും, ഡിസ്പൈറോണിയ പോലത്തെ എരിച്ചിലും പുകച്ചിലും സിംറ്റംസ് വരും, പേടി വരും, കാലുകൾ വിറയ്ക്കുകയും കാല് ടൈറ്റ്
ആക്കി പിടിക്കും, സെക്സ് ചെയ്യാൻ പറ്റാതെ, അതായത് പെനിസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക. വെജനസ്മസ് പോലെ തന്നെ സെയിം അവസ്ഥ എന്തെങ്കിലും ട്രോമ കഴിഞ്ഞ് കഴിഞ്ഞാലോ റേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലോ ഒക്കെ വന്ന കേസുകളും വരാറുണ്ട്. വെജനസ്മസ് എന്ന് പറയുന്ന അസുഖം, ഡിസ്പൈറോണിയ എന്ന് പറയുന്ന അസുഖമൊക്കെ സെക്ഷൽ ഡിസോർഡേഴ്സിൽ പെട്ടിട്ടുള്ള അസുഖങ്ങളാണെന്നും ഇതൊക്കെ ട്രീറ്റ് ചെയ്താൽ മാറുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും പഠിച്ച് വായിച്ച് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോസ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി നോക്കുക. മടിച്ചിരുന്ന് ആരോടും പറയാണ്ട് ഇത്രയും കാലങ്ങളായിട്ട് ഇത് സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം അറിയാം. ഇതിനെപ്പറ്റി സംസാരിക്കാനും ഓപ്പണായിട്ട് സംസാരിക്കാനും നിങ്ങൾ മടി വിചാരിക്കരുത്. സൈക്കോജനിക് വെജനസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൻ്റെ കാരണം കൊണ്ട് വരുന്ന ടെൻഷൻ കാരണോ പേടി കാരണോ ഉൾമനസ്സിൽ പണ്ടെപ്പോഴോ കേട്ടുമറന്ന സെക്ഷൽ കാര്യങ്ങളെ പറ്റിയിട്ട് പേടിച്ച് പോയതിൻ്റെ കാരണം കൊണ്ട് ഫോർപ്ലേ ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ സെക്സ് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റൂലാത്തൊരവസ്ഥയാണ് വെജനസ്മസ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പ്യുവർലി മൈൻഡാണ്. നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴും മൈൻഡിനാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഊരഭാഗം ടൈറ്റ് ആക്കാതെ ലൂസാക്കി പിടിക്കാനും ഹോള് ലൂസാക്കി പിടിക്കാനും ഇൻസേർട്ട് ചെയ്യാൻ രീതിയിലേക്ക് ഹോളിനെ 1 ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് 2 ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് സ്വന്തമായി തന്നെ അതൊന്ന് ഈസി ഗോയിങ് ആക്കി കൊണ്ടുവരാനും ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ ഹോംവർക്കൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് പേടീനെ പടിപടിയായി കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള സൈക്കോതെറാപ്പി ടെക്നിക്കായ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന പേടി കുറയ്ക്കുന്ന ടെക്നിക്ക് ചെയ്തിട്ടാണ് വെജനസ്മസ് മാറ്റുന്നത്. അത് വെച്ചിട്ട് ഒരുപാട് വർഷമായി ഒരുപാട് കേസുകൾ വെജനസ്മസ് ഞാൻ ട്രീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും ഇതേപോലത്തെ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് വെജനസ്മസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറുക. സാധാ കൗൺസിലിംഗ് ചെയ്ത് പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ചെയ്ത വെജനസ്മസ് മാറില്ല. സൈക്കോതെറാപ്പി ടെക്നിക്സും സെക്സ് തെറാപ്പിയും കൂട്ടി ചെയ്യുന്ന സെൻറ്ററിൽ പോയിട്ട് സെക്സ് തെറാപ്പീൻ്റെ കൂടെ തന്നെ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ചെയ്ത് അങ്ങനെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-8 സെഷൻ്റെ ഉള്ളിൽ, അതായത് ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും വർഷമായിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രശ്നം സോൾവ് ആവുകയും സെക്സ് അടിപൊളിയായി എൻജോയ് ചെയ്യാൻ പറ്റിയും കുട്ടികളാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആവശ്യക്കാർക്ക് ഈ വീഡിയോസ് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരാഴ്ച പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.